ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണോ? എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മോൻ്റെ ഉച്ചോറക്കൊക്കെ കഴിഞ്ഞ് അവനെയും എടുത്ത് താഴത്തോട്ട് ഇറങ്ങി വന്നത് തന്നെ കൊതിപ്പിക്കുന്ന മണവും കേട്ടിട്ടാണ് കേട്ടോ. വൈകുന്നേരം ചായക്കായിട്ട് അമ്മ ഉണ്ടാക്കിയതെന്ന് ഉള്ളിപ്പൊക്കവടെയാണ്. ഇത് എണ്ണയെ കിടന്ന് തിളയ്ക്കുന്നതിന്റെ മണമായിരുന്നു കേട്ടോണ്ടിരുന്നത്. മണം പോലെ തന്നെ ഇതിന്റെ രുചിയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, വേഗം ചായ കൂടെ അങ്ങ് തിളപ്പിച്ചെടുത്തു. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചായയും പൊക്കവടയൊക്കെ എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ കയറിട്ടോ. മുകളിൽ പുറത്തിരുന്ന് ഈ മഴയത്ത് ചൂട് പൊക്കവടയും ചായയും കൂടെ കഴിക്കണതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാ അല്ലേ. ചായ കൂടെയൊക്കെ കഴിഞ്ഞ് ഞാനും വിഷ്ണു മക്കളും കൂടെ കുറച്ച് സമയമൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ താഴത്തോട്ട് ഇറങ്ങിയത്. മോന് ഉച്ച സമയങ്ങളിൽ ഭക്ഷണം കഴിക്കൽ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ അവന് ഈ സമയങ്ങളിലാണ് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കാറുള്ളത്. കുറുക്ക് വെച്ചാലും നമ്മൾ അവിലും നട്ട്സൊക്കെ കൂടെ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഈ സമയത്താണെന്നുണ്ടെങ്കിലും ആദ്യത്തെ 1-2 വായൊക്കെ മര്യാദയ്ക്ക് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം അകത്താവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം കേട്ടോ. ഇന്നിപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് ഭക്ഷണം കൊടുക്കൽ പുറത്തിറങ്ങി നടന്നിട്ടൊക്കെയാണ്. എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ കുറച്ച് ഭക്ഷണമൊക്കെ ആൾക്ക് കൊടുത്തിട്ട് അടുക്കളയിൽ പോയപ്പോൾ അവിടെ അമ്മ രാത്രിക്ക് ഫുഡിനായിട്ടുള്ള സംഭവം റെഡിയാക്കായിരുന്നു. ഇന്നത്തേക്ക് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് മാവ് മിക്സ് ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ 2 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് പതിവ്. ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി സാമ്പാറോ ആയിരുന്നേ. അപ്പം അതിൽ സാമ്പാർ കുറച്ച് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചമ്മന്തി കൂടെ അരച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതിനുള്ള സാധനങ്ങളും കൂടെ അങ്ങ് റെഡിയാക്കി എടുത്തു. ചെറിയുള്ളിയും പച്ചമുളകും കൂടെയുള്ള ചമ്മന്തി അരിക്കാന്നാണ് വിചാരിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പിലയും ഒരു വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കുന്ന സമയത്താണ് നമ്മളത് അരച്ചെടുക്കാറുള്ളൂ. അപ്പോഴാണല്ലോ അതിന് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മോന് ഭക്ഷണം കൊടുക്കലും ചമ്മന്തിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും തന്നെ സന്ധ്യാസമയമായി. അപ്പൊ പിന്നെ വേഗം പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് വിളക്കെത്തിക്കാനായി നിന്നു. കൂടുതൽ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വിളക്കെത്തിക്കൽ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇവിടെ വീട്ടിൽ ചെറിയ മോനോടുള്ളത് കൊണ്ട് രാവിലെ സമയങ്ങളിൽ നേരെ തണീറ്റ് കുളിച്ച് വിളക്കെത്തിക്കലൊന്നും എനിക്ക് പറ്റാറില്ല. വിഷ്ണു രാവിലെ ഒരു 6:30 ടൈം ആകുമ്പോഴത്തേനൊക്കെ ജിമ്മ് കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. പിന്നെ കുറച്ച് സമയം ഇരുന്ന് കുളി കഴിഞ്ഞിട്ട് ആളെന്നെയാണ് വിളക്കെത്തിക്കാറുള്ളത്. ചന്ദനത്തിരിയും സാമ്പ്രാണിയൊക്കെ വിഷ്ണു കത്തിച്ച് വെക്കാറുണ്ട് എന്നുണ്ടെങ്കിലും അച്ഛ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഭഗവാന് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കർപ്പൂരമൊക്കെ കാണിക്കാറുള്ളത്. രാവിലെ നേരത്തെ കുളി കഴിഞ്ഞ് വരുന്നത് വിഷ്ണുവും അച്ഛയുമൊക്കെ ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. സന്ധ്യാസമയത്ത് മാത്രമാണ് എനിക്കിപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. വീട്ടിൽ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി. മക്കളിപ്പോൾ അച്ഛനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തിരുന്ന വീഡിയോ ആണ്. അതായത് ഈ കർക്കിടകത്തിൻ്റെ ലാസ്റ്റ് ഡേ. അന്ന് അമ്പലത്തിലൊരു വിശേഷമുണ്ട്. രാമായണ മാസം കഴിയുകയാണല്ലോ. അമ്പലത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരുന്നത് 5 അമ്മമാർ ചേർന്നാണ്. ഇന്നിപ്പോൾ രാമായണ മാസം ഈ വർഷത്തെ കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്കുള്ള പൊന്നാട വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പോയിരുന്നത്. നമ്മളുടെ വീട് ഇവിടെ ഒലവക്കോട് ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡി ആയിരിക്കുന്ന സമയം കൊണ്ട് ആൾ അത് വാങ്ങിക്കാനായിട്ട് പോയതാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ അമ്പലം കാണിച്ചിരുന്നല്ലോ. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മാരിയമ്മൻ ക്ഷേത്രം, അവിടേക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോഴും പോകുന്നത്. അന്നത്തെ പോലെ തന്നെ മോൻ സൈക്കിളിലും നമ്മൾ ബൈക്കിലുമായിട്ടാണ് കേട്ടോ ഇന്നും പോയത്. സെൻറ്ററിൽ ഒരു റെയിൽവേ ക്രോസ് വരുന്നുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ നടന്നിട്ട് തന്നെയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയത്. നമ്മൾ അമ്പലത്തിലെത്തിയത് കറക്റ്റ് ദീപാരാധന സമയത്ത് തന്നെ ആയിരുന്നേ. അപ്പം അത്യാവശ്യം കുറച്ച് പേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മമാരവിടെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമസ്തേ ഭഗവതേ നമോ ശുഭകർമ്മ ഫലപ്രസൂതേ നമോസ്തു രമണീയ ഗുണാശ്രയായേ ശക്തേ നമോസ്തു ശതപത്ര. തൊഴുത് കഴിഞ്ഞ് നമ്മളും അവിടെ ഇരുന്നു. ഈ സമയം ആകുമ്പോഴാണ് പിന്നെയും കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ തൊഴുത് വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരിതിലാണ് നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയത്. കാരണം ചെറിയ മോൻ കൂടെ ഉള്ളതുകൊണ്ട് അവൻ എത്ര സമയം അവിടെ ഇരിക്കുന്നുള്ളത് അറിയില്ലല്ലോ. പകൽ സമയമാണെങ്കിൽ ആൾ ഓക്കെയാണ്, അവിടേക്ക് ഓടിക്കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ വൈകുന്നേരമാണ്, പോരാത്തതിന് മഴയും.
ദീപാരാധന കഴിഞ്ഞ് പിന്നെയും കുറേ സമയമൊക്കെ രാമായണ വായന ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഒരു പൂജയും കൂടെ കഴിഞ്ഞതിന് ശേഷം രാമായണം വായിച്ചുകൊണ്ടിരുന്നത് 5 അമ്മമാർ ചേർന്നാണെന്ന് പറഞ്ഞല്ലോ, അവർക്ക് പൊന്നാട അണിയിക്കലും ദക്ഷിണ കൊടുക്കലൊക്കെ ആയിരുന്നു. ഈ സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം ആളുകളൊക്കെ അമ്പലത്തിലെത്തിയിരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് എന്നെയും ചെറിയ മോനെയും കൂടെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് വിഷ്ണുവും വലിയ മോനും കൂടെ അമ്പലത്തിൽ നിൽക്കാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോൾ ആള് വലിയ വാശിയും കുഴപ്പമൊന്നും ഇല്ലാതെ നിന്നപ്പോൾ നമുക്കിതെല്ലാം കഴിയുന്നത് വരെ അമ്പലത്തിൽ നിൽക്കാൻ പറ്റിട്ടോ. ഇന്നിപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് അവിടെ ഭക്ഷണം കൂടെ അറേഞ്ച് ചെയ്തിരുന്നേ. ഇഡ്ഡലിയും ഉഴുന്നുവടയും സാമ്പാറും ചട്നിയും കൂടാതെ അമ്പലത്തിലെ പ്രസാദമായിട്ടുള്ള ചുണ്ടലുണ്ടല്ലോ, ഈ കടലയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നത്, അതും കൂടെ തന്നെ സ്വീറ്റും ഉണ്ണിയപ്പവും പഴങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രസാദം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതുമൊക്കെ ഈ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ വിളമ്പിയിരുന്നത്. ഇതൊക്കെ കഴിയുന്ന സമയം വരയ്ക്കും മോൻ ഇവിടെ നിൽക്കാൻ അയക്കുന്നത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഗോതമ്പ് ദോശയ്ക്കുള്ള സംഭവമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത്. ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ വലിയ മോൻ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ ചെറിയ ആൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചെങ്കിലും അത് കഴിച്ചത് ഞാനായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഗ്യാപ്പ് വിട്ട് നല്ല കാറ്റും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ മഴ പോയിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിയാൻ പറ്റി. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ടാണ് അച്ഛനും മക്കളും ഭക്ഷണം കഴിച്ചത്. നമ്മൾ എത്തുമ്പോഴത്തേനും അമ്മ ഗോതമ്പ് ദോശ ചുട്ടുവെച്ച് ചമ്മന്തിയൊക്കെ അരച്ചു വെച്ചിരുന്നു. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.